ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മസാല ദോശ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന തക്കാളി ചട്നിക്ക് മാത്രം നല്ല രുചിയായിരിക്കും. തേങ്ങാ ചട്നിക്ക് അത്ര വലിയ രുചിയൊന്നുമില്ലെങ്കിൽ ഈ തക്കാളി ചട്നി ഒരു പ്രത്യേകതരം രുചിയായിരിക്കും. അപ്പോൾ അതിൻ്റെ റെസിപ്പി അത് എങ്ങനെയാണ് രുചികരമായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതീവ രുചികരമായ ഒരു തക്കാളി ചട്നിയാണ്. ഇതിൻ്റെ റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ നമുക്ക്. തക്കാളി ചട്നി ഉണ്ടാക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ഒരു 25ഓളം ചെറിയ ഉള്ളി, 2 തക്കാളി കഷ്ണങ്ങളാക്കി വെച്ചത്, 1 കഷ്ണം ഇഞ്ചി, 10 വെളുത്തുള്ളി അല്ലി, ഇത്രയും നമ്മൾ റെഡിയാക്കി വയ്ക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 2 ടേബിൾ സ്പൂൺ വേണില്ല, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. ആദ്യമായിട്ട് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത്, അപ്പോൾ അത് നന്നായിരിക്കില്ല. ചെറിയ തീയിൽ വേണം വഴറ്റാൻ. ഇത് എൻ്റെ അടുത്ത് കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങളത് നോക്കണ്ട. കരിയാതെ വേണം ഇത് വഴറ്റിയെടുക്കാൻ കേട്ടോ, കാരണം എൻ്റെ തീ കൂടുതലായിരുന്നു. അത് വെറുതെ ഒന്ന് കളർ മാറാനേ പാടുള്ളൂ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം, പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം വഴറ്റിയാൽ ഇതിൻ്റെ കളറൊന്ന് മാറി കിട്ടും. 5 മിനിറ്റ് നമുക്ക് ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റാം. എൻ്റെ തീ കൂടുതലാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഞാൻ തീ ഇപ്പോൾ ചെറുതാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മുടെ കടലപ്പരിപ്പൊക്കെ ചെറുതായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട്. അത് ഞാൻ സഹിച്ചോളാം. ഏകദേശം നമ്മുടെ ഉള്ളി ശരിക്കും വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി കഷ്ണങ്ങളാക്കിയത് 2 തക്കാളിയാണ് ഇട്ടത്, വലിയ തക്കാളിയാണ്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് ഈ രണ്ടും കൂടി വഴറ്റാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നല്ല രീതിയിൽ നമുക്ക് വഴറ്റിയെടുക്കാം. തക്കാളിയെല്ലാം ഒന്ന് ഉടഞ്ഞു ചേരേണ്ടതുണ്ട്. അധികമായിട്ട് അങ്ങോട്ട് ഉടഞ്ഞു പോകുന്നു വേണ്ട, വെറുതെ ഒന്ന് സ്മൂത്തായി കിട്ടിയാൽ മതി. ഇപ്പോൾ ഏകദേശം നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ വഴങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊരു നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കാനുണ്ട്. ഒരു 1/4 മുറി നാളികേരം വേണ്ട കേട്ടോ, അതിനേക്കാൾ കുറച്ച് മതി. ഞാൻ ഇട്ട് കൊടുക്കുന്നത് നോക്കൂ, വളരെ കുറച്ച് നാളികേരം. അധികം നാളികേരം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ചട്നിയുടെ ടേസ്റ്റ് മാറും. അപ്പോൾ ഇത്രയും നാളികേരം ഞാൻ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്യാൻ കേട്ടോ. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുന്നു. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് അരച്ചെടുക്കാം. ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ സ്വല്പം വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് അരയ്ക്കുന്നത്. നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം നമുക്ക്. അത് നമ്മുടെ ചട്നി ഇവിടെ നല്ല രീതിയിൽ അരഞ്ഞു വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഈ പരുവത്തിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. സ്വല്പം വെള്ളം ഞാൻ മിക്സി കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ ഗ്രേവി കറക്റ്റായത്. ഇനി നമുക്കിതിലേക്കൊരു വറവ് ചേർക്കാനുണ്ട്. ഞാൻ പാൻ വെച്ചിട്ട് അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ കുറച്ച് വറ്റൽമുളക്, 2 വറ്റൽമുളക് 4ആക്കി മുറിച്ചത് ഇട്ട് കൊടുത്തു. പിന്നീട് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമ്മുടെ ചട്നിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ രുചികരമായ ശരവണ ഭവൻ ഹോട്ടലിനേക്കാൾ വെല്ലുന്ന രീതിയിലുള്ള ചട്നി, തക്കാളി ചട്നി ഇവിടെ റെഡിയായി. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. ബായ്.